ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡപ്പ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ജനറൽ അനസ്തീഷ്യ ആണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ് ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി ജനറൽ അനസ്തീഷ്യയ്ക്ക് ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഈജിപ്തിലും ഒക്കെയാണ് ഈ ജനറൽ അനസ്തീഷ്യയുടെ ഉത്ഭവം വന്ന് ചില സ്റ്റോറീസിൽ പറയുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് ആർക്കും സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം പച്ചക്കിട്ടിട്ടാണ് ചെയ്യുക. അവരുടെ മയക്കലോ അങ്ങനെ ഒരുത്ത പരിപാടിയൊന്നുമില്ല, കെട്ടിയിട്ട് ചെയ്ത പരിപാടിയുണ്ട്. അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ആൽക്കഹോളിൽ നിന്നാണ് ജനറൽ അനസ്തേഷ്യ എന്നൊരു സാധനം വന്നത്. പിന്നെ നൈട്രസ് ഓക്സൈഡ് വന്നു. അങ്ങനെ മുറിവ് ചിരിച്ചുകൊണ്ടിരിക്കെ തന്നെ മുറിവിലൂടെ ബ്ലഡ് പോയിട്ട് മറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. പിന്നെ ഒപ്പിയം പോപ്പി പറയുന്നുണ്ട്. സ്ലൈഡിൽ നിന്ന് എക്സാമിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒപ്പിയം പോപ്പി തെറിച്ച് മൂക്കിലേക്ക് വീണു. അങ്ങനെ മൂക്കിൽ കൂടെ അയാൾ മണപ്പിക്കുക. അങ്ങനെ അയാൾക്കത് മനസ്സിലായി, അതിന് വേദന കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഏതാ നമുക്ക് ഇമ്പോർട്ടൻ്റ് അറിയില്ല, പക്ഷെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ജനറൽ അനസ്തേഷ്യ എന്ന് വെച്ചാൽ നമുക്കൊരു അൺകോൺഷ്യസ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ പെയിൻ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ബോഡിയൊക്കെ നമുക്ക് ഫുള്ളി എന്തായിരിക്കും, നമ്മുടെ കൺട്രോൾ റിലാക്സ് ചെയ്ത് നമ്മുടെ കൺട്രോളിൽ അല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് റിവേഴ്സിബിൾ ആണ് കേട്ടോ. സോ ചിലതിൽ നമ്മൾ തെറ്റിപ്പോകരുത്, റിവേഴ്സിബിൾ ആണ്. ചില ആൾക്കാർ ഇറിവേഴ്സിബിൾ എന്ന് എഴുതാറുണ്ട്. സോ അത് തെറ്റാണ്. സോ ജനറൽ അനസ്തേഷ്യ നമ്മൾ കൊടുക്കുന്ന 2-3 കാര്യങ്ങൾക്കാണ്. ദ ഫേസ്റ്റ് വൺ ഈസ് പെയിൻ റിലീഫ്, വേദന ഉണ്ടാവാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല അംനീഷ്യ, അതായത് ബ്ലോക്കിംഗ് മെമ്മറി ഓഫ് ദ പ്രൊസീജിയർ, ചെയ്യുന്ന പ്രൊസീജിയറിന് ഓർമ്മയൊന്നും ഉണ്ടാവാൻ പാടില്ല. അൺകോൺഷ്യസ്നെസ് കിട്ടണം. അതുമാത്രമല്ല നോർമൽ ബോഡി റിഫ്ലക്സുകളൊന്നും അവിടെ ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നമുക്ക് സർജറി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ബോഡി മസിൽസ് റിലാക്സ് ആവുകയും വേണം. ഓക്കെ, സോ ജനറൽ അനസ്തേഷ്യ ഏജന്റ് വിച്ച് ഇൻഡ്യൂസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ, മറന്നു പോകരുത്. ജനറൽ അനസ്തേഷ്യ ഏജന്റ് വിച്ച് ഇൻഡ്യൂസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇതാണ് നമുക്ക് മേജർ ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്. ബാക്കിയൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് തള്ളാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. സോ സയൻസ് ആൻഡ് സ്റ്റേജ് ഓഫ് അനസ്തേഷ്യ ആണ്. സോ ബേസിക്കലി നമ്മുടെ അനസ്തേഷ്യക്ക് ഒരുപാട് സ്റ്റേജുകൾ പറയുന്നുണ്ട്. സോ ഈ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ സർജറി എവിടെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം തീരുമാനിക്കുക. ടോട്ടലി 4 സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ ആണ് നമുക്കുള്ളത്. ദ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, അനാൾജിയ എന്ന് പറയും. സ്റ്റേജ് 2 ഡെലീരിയം. സ്റ്റേജ് 3 തന്നെ വീണ്ടും 1, 2, 3, 4 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റേജ് 4 ഈസ് മെഡുലറി പാരാലിസിസ് എന്നാ പറയാം കേട്ടോ. സോ ഇവിടെ നിങ്ങൾ പ്യൂപ്പിളിന്റെ സൈസ് നോക്കി അറിയാം. കണ്ടോ, മെഡുലറി പാരാലിസിസ് വരുമ്പോൾ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ റിഫ്ലക്സുകൾ നോക്കും. റിഫ്ലക്സ് വെച്ച് നമ്മൾ ലൈറ്റ് അടിച്ച് കണ്ണത്ത് ലൈറ്റ് ഒക്കെ അടിച്ച് നോക്കി റിഫ്ലക്സുകൾ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ഓക്കുലർ മൂവ്മെന്റ് നോക്കാറുണ്ട്. റെസ്പിറേഷൻ കണ്ടോ, റെസ്പിറേഷൻ കുറഞ്ഞാണ് താഴേക്ക് വരുന്നത്. സോ BP, ഹാർട്ട് റേറ്റ്, സോ അതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. സോ ബേസിക്കലി അനാൾജിയ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് നമ്മൾ കൂടുതലും ലേബർ, അതായത് നമ്മൾ മൈനർ സർജറി ചെയ്യുക അല്ലെങ്കിൽ പ്രസവിക്കുക, ആ ഒരു പരിപാടിയൊക്കെയാണ് അനാൾജിയയിൽ ചെയ്യുന്നത് കേട്ടോ. ഡെലീറിയത്തിൽ ഒന്നും ചെയ്യാറില്ല. കാരണം ഡെലീറിയം എന്ന് പറയുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അവിടെ വെച്ച് നമ്മൾ ഒരു സർജറിയും ചെയ്യാറില്ല. അവിടെ വെച്ച് വോമിറ്റിംഗ് വരാം, ആൻഡ് കൺവൽഷൻ വരാം. അങ്ങനെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് സ്റ്റേജ് 2-ന്. സോ സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് ഓഫ് സർജറി ചെയ്യുന്നത് അതിന്റെ തന്നെ സബ് സ്റ്റേജ് 1-ലാണ്. ഓക്കെ, സബ് സ്റ്റേജ് 1-ലാണ് നമ്മൾ ചെയ്യുക. സ്റ്റേജ് 2-ൽ നമ്മൾ ചെയ്യാറില്ല. എന്നാൽ തന്നെയും സ്റ്റേജ് 2-ന്റെ എൻഡിങ്ങും സ്റ്റേജ് 4-ഉം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഈ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പേഷ്യനെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ മെഡുലറി പാരാലിസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഡെത്തും കോമയാണ്. കോമ ടു ഡെത്ത് ആണ്. സോ അതുകൊണ്ട് തന്നെ പേഷ്യനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 4 ഇതുവരെയായിട്ടും ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ സ്റ്റേജ് 3 ചെയ്യാറുണ്ട്. വലിയ സർജറി, അതായത് ഭയങ്കര എന്താ പറയുക മേജർ സർജറീസിലൊക്കെ ചിലത് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറില്ല. സോ ഇതാണ് ബേസിക് ഐഡിയ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ സ്റ്റേജ് ഓഫ് അനാൾജിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അനസ്തേഷ്യ ഉള്ളിലേക്ക് എടുക്കുന്നത് മുതൽ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നത് വരെ ഇവിടെ നമുക്ക് വേദനയൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. എന്നാൽ അംനീഷ്യ ആ ഒരു സ്റ്റേജ് 1-ന്റെ അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് അനാൾജിയയുടെ എൻഡിങ്ങിൽ നമുക്ക് അംനീഷ്യ സ്റ്റാർട്ട് ചെയ്യും. സോ റെസ്പിറേഷൻ ഒക്കെ നോർമൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യാറില്ല. ഡെലീറിയം എന്ന് പറയും, സ്റ്റേജ് ഓഫ് ഡെലീറിയം എന്നും പറയും. ഇവിടെ നമുക്ക് മേ ബി യൂറിനേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹാർട്ട് റേറ്റ് കൂടാം, BP കൂടാം, മിച്ചുറേഷൻ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റിൽ നടക്കാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അധികം സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റുകളിൽ നമ്മൾ സർജറി ചെയ്യാറില്ല. സോ നെക്സ്റ്റ് വൺ സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് റിഫ്ലക്സ് നമുക്ക് നഷ്ടപ്പെടും. ടോർച്ച് കണ്ണി അടിച്ചു കഴിഞ്ഞാൽ വലിയ
ചിമ്മലോ കണ്ണ് ചിമ്മുമല്ലോ നമ്മൾ, ആ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സോ ഐബോളൊന്നും റോള് ചെയ്യില്ല, അങ്ങോട്ട് കൂടി നീങ്ങില്ല, ഒരിടത്ത് തന്നെ ഫിക്സഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും ചെയ്യുക. കോർണിയൽ റിഫ്ലക്സ് നഷ്ടപ്പെട്ട് പോവുകയാണ് ചെയ്യുക. ആൻഡ് റെഗുലർ റെസ്പിറേഷൻ വരും, എന്നാൽ തന്നെ നമുക്ക് റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം സർജിക്കൽ അനസ്തേഷ്യ ആണല്ലോ. ഇപ്പോൾ ഇൻഹലേഷൻ അനസ്തേഷ്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നമ്മൾ ഓക്സിജനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയുക, കാര്യം നമ്മൾ ഓൾറെഡി അതിനെ പറ്റി മെൻഷൻഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സോ അതിൽ പ്ലെയിൻ 1 എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഓഫ് ഐബോൾ ഉണ്ടായിരിക്കും. സോ പിന്നെ അത് ഐബോൾ അവിടെ ഫിക്സഡ് ആയി വരികയാണ് ചെയ്യുക. സ്റ്റേജ് 2 കോർണിയൽ ആൻഡ് ലരഞ്ചിയൽ റിഫ്ലക്സ് നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ്? കോർണിയലും ലരഞ്ചിയൽ റിഫ്ലക്സ് നഷ്ടപ്പെടും. പ്ലെയിൻ 3 ആണെങ്കിൽ പ്യൂപ്പിൾ സ്റ്റാർട്ട് ഡൈലേറ്റിംഗ് ആൻഡ് ലോസ് ദ ലൈറ്റ് റിഫ്ലക്സ്, നേരത്തെ പറഞ്ഞ സെയിം സാധനം. സ്റ്റേജ് 4 ആണെങ്കിൽ റിഫ്ലക്സ് നഷ്ടപ്പെടും, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും, ഷാലോ അബ്ഡോമിനൽ റെസ്പിറേഷൻ ഭയങ്കരമായിട്ട് കുറയും കേട്ടോ. പിന്നെ പാരലിസിസ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മെഡുലറി ഡിപ്രഷൻ. സോ ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഹൈപ്പോടെൻഷൻ വരും, സർക്കുലേറ്ററി ഫെയിലിയർ വരും, ഡെത്ത് ഉണ്ടാവും, റെസ്പിറേഷനിൽ അടിച്ചു പോകും. പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ഈ ഒരു സ്റ്റേജ്, ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകാറില്ല, സ്റ്റേജ് 4ലേക്ക് പോകാറില്ല. സോ ഇവിടെ നമ്മളൊരു സർജറി നമ്മൾ ചെയ്യാറില്ല. സോ ബേസിക്കലി പ്ലെയിൻ 4 to സ്റ്റേജ് 4 നമ്മളൊന്നും ചെയ്യാറില്ല, അവിടെ നമ്മൾ വിട്ടുകളയാണ് ചെയ്യുക. അതത്രയേ ഉള്ളൂ. അത്രയും ബേസിക്സ് മനസ്സിലാക്കിയാൽ മതിയാവും. ഇവിടെ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സോ ജനറൽ അനസ്തേഷ്യ ആണ്. ഇൻഹലേഷൻ അനസ്തേഷ്യ ഉണ്ട്, IV അനസ്തേഷ്യ ഉണ്ട്. ഇൻഹലേഷൻ ഗ്യാസിന് നൈട്രസ് ഓക്സൈഡ്, വോളറ്റൈൽ ലിക്വിഡ് ആണെങ്കിൽ ഈതർ, ഹാലോത്തൈൻ, ഐസോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറിൻ, സെവോഫ്ലൂറിൻ. സോ IV ആണെങ്കിൽ ഫാസ്റ്റർ ആക്ടിംഗ് ഉണ്ട്, സ്ലോവർ ആക്ടിംഗ് ഉണ്ട്. സോ ഫാസ്റ്റർ ആക്ടിംഗ് എങ്കിൽ തയോപെൻറ്റോൺ സോഡിയം, മെത്തോഹെക്സിറ്റോൺ സോഡിയം, പ്രൊഫഫോൾ, എക്ടോമിഡേറ്റ്. സോ ഇതിൽ ഈ തയോപെൻറ്റോൺ സോഡിയം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോവർ ആക്ടിംഗ് ഡ്രഗ് ഉണ്ട്, ബെൻസോഡൈസപ്പീൻസിൽ ഡൈസപ്പാം, ലൊറാസപ്പാം, മിഡോസോളാം. ഒപ്പിഡനാൽജസിക്സ് ഉണ്ട്, ഫെൻറ്റാനൈലാണ്. സോ ഫെൻറ്റാനൈൽ സോഡിയം എന്നാണ് ചില ബുക്കിൽ കാണാൻ, സോൾട്ട് ആണ് കേട്ടോ. സോ കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് കാണും. സോ ഡിസോസിയേറ്റ് അനസ്തേറ്റിക്, കീറ്റാമൈൻ ഹൈഡ്രോക്ലോറൈഡ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസോസിയേറ്റ് അനസ്തേറ്റിക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിന്റെ ബേസിക്സ് ആണ്. ഫാർമക്കോളജിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. അപ്പോൾ നന്നായിട്ട് ഇത് ക്ലിയർ ആയിട്ടൊന്ന് നന്നായിട്ട് അത് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇൻഹലേഷൻ അനസ്തേഷ്യയുടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഹലേഷൻ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എക്രോസ് ഡിഫ്യൂസിങ് ആണ് നടക്കുക അല്ലേ. അതായത് നമ്മുടെ അനസ്തേഷ്യ ഗ്യാസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഡിഫ്യൂഷൻ നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ മുമ്പിൽ ഒരാളെ സർജറി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുവാണ്. ഓക്കെ, സ്റ്റേജ് 1 നമുക്ക് മൈനർ സർജറി ആണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് മേജർ സർജറിയാണ്. സോ സ്റ്റേജ് 1 നമ്മൾ ഡോസ് കൂട്ടി, പിന്നെ സ്റ്റേജ് 2 ഡോസ് കൂട്ടി, സ്റ്റേജ് 2 നമ്മൾ സ്കിപ്പ് ചെയ്യാണല്ലോ, സ്റ്റേജ് 2 ഡോസ് കൂട്ടി സ്റ്റേജ് 3ലേക്ക് വന്നു. അതിൽ തന്നെ പ്ലെയിൻ 1ലും 2ലും നമ്മൾ സർജറി ചെയ്യുന്നു. ഓക്കെ, പ്ലെയിൻ 3, 4ലേക്ക് നമ്മൾ പോവില്ല, ആൻഡ് സ്റ്റേജ് 4ലേക്ക് നമ്മൾ പോകില്ല, സർജറി കഴിഞ്ഞ് തീരുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഏത് ടൈപ്പാണ് കൊടുക്കേണ്ടത്, IV ആണോ കൊടുക്കേണ്ടത്, ഇൻഹലേഷൻ ആണോ കൊടുക്കേണ്ടത്, നമ്മൾ തീരുമാനിക്കേണ്ടത്. സോ ഇൻഹലേഷൻ ആണെന്നുണ്ടെങ്കിൽ പൾമണറി, നമ്മൾ ലങ്സ് വഴിട്ടാണല്ലോ പോവുക, ഡിഫ്യൂസ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ടിഷ്യൂലേക്ക് നമ്മളെ ബ്ലഡിൽ കൂടെ ചെല്ലുകയാണ് ചെയ്യുക. ഓക്കെ, സോ നമ്മളെ ഡെപ്ത് ഓഫ് അനസ്തേഷ്യ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഇൻ ദ ബ്രെയിൻ, നമ്മളെ ബ്രെയിനിലുള്ള പാർഷ്യൽ പ്രഷറാണ് തീരുമാനിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രെയിനിലുള്ള പാർഷ്യൽ പ്രഷറാണ് തീരുമാനിക്കുക. എത്ര ഡെപ്തിലായിരിക്കും നമുക്ക് അനസ്തേഷ്യ വേണ്ടിയത് എന്ന് നമ്മൾ തീരുമാനിക്കുക. ദ സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യ എഫക്ട് ഡിപ്പെൻഡ് അപ്പോൺ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദ ഫസ്റ്റ് വൺ ഈസ് സോലുബിലിറ്റി ആണ്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് അനസ്തേഷ്യ നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ ഹയർ solubility in the blood must be developed before PP is raised. When the change in PP in blood lead to consequent induction and slow recovery. Drug with a low blood gas partition coefficient induced quickly. So ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഉദ്ദേശിക്കുന്നത് ലാർജ് എമൗണ്ട് ഓഫ് അനസ്തേഷ്യ നമ്മൾ കൊടുക്കുവാണെന്ന് വെച്ചോളൂ, അത് ഹൈലി സോലുബിൾ ആണ്, ബ്ലഡിൽ ഹൈലി സോലുബിൾ ആണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ബി ഡിസോൾവ് ബിഫോർ PP ഈസ് റേസ്ഡ്. നമ്മളെ ബോഡിയിലെ പാർഷ്യൽ പ്രഷർ കൂടുന്നതിന് മുന്നേ അല്ലെങ്കിൽ റേസ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് അനസ്തെറ്റിക്സ് ദാറ്റ് ആർ ഹൈലി സോൾബിൾ ഇൻ ബ്ലഡ് മസ്റ്റ് ബി ഡിസോൾവ്ഡ് ബിഫോർ PP ഈസ് റേസ്ഡ്. പാർഷ്യൽ പ്രഷർ കൂടുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഈ അനസ്തേഷ്യ നമ്മളെ ബോഡിയിൽ ഡിസോൾവ് ആയിരിക്കണം. ഇത് ചേഞ്ച് ഇൻ PP, ഈ നമ്മുടെ ഈ പാർഷ്യൽ പ്രഷർ മാറുകയാണ് എന്നുണ്ടെങ്കിൽ ബ്ലഡ് ലീഡ്സ് ടു കോൺസിക്വൻസ് ഇൻഡക്ഷൻ സ്ലോ റിക്കവറി. സോ അപ്പോൾ എന്ത് ചെയ്യും, സ്ലോ റിക്കവറി ആയിരിക്കും, സ്ലോലി ആയിരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ആകുക.
സോ ഡ്രഗ് വിത്ത് ലോ ബ്ലഡ് ഗ്യാസ് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ് ക്വിക്ലി, അത് പെട്ടെന്ന് നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. എക്സാമ്പിൾ നൈട്രസ് ഓക്സൈഡ് ആണ്. അപ്പോൾ സോലബിലിറ്റി ആണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ബേസിക് ഫാക്ടർ മാത്രമാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്പയർഡ് ഗ്യാസ് പാർട്ടീഷൻ പ്രഷർ. സോ ഹയർ പാർട്ടീഷൻ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ ലങ്സ് വിൽ റിസൾട്ട് ഇൻ മോർ റാപ്പിഡ് അച്ചീവ്മെന്റ് ഓഫ് അനസ്തെറ്റിക് ലെവൽ ഇൻ ദ ബ്ലഡ്. സോ പാർഷ്യൽ പ്രഷർ കൂടുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് അനസ്തെറ്റിക് ലെവൽ നമുക്ക് കൂടി കിട്ടുന്നു. ദ ക്വിക്ക് ഇൻഡക്ഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ GA അറ്റ് ഹയർ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ലോഡിംഗ് ഡോസിൽ നമുക്ക് ഹയർ കോൺസെൻട്രേഷനിൽ കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബേസിക് ആയിട്ട് ഭയങ്കര അച്ചീവ്മെന്റ് കിട്ടും. നമുക്ക് അനസ്തേഷ്യ എന്ന് പറയുന്ന അച്ചീവ്മെന്റ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ബേസിക് രണ്ട് കാര്യം, ഒന്ന് സോലബിലിറ്റി ആണ്, സോ നമ്മുടെ പാർഷ്യൽ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് പാർഷ്യൽ പ്രഷറാണ്, ഇൻസ്പയർഡ് ഗ്യാസ് പാർഷ്യൽ പ്രഷറാണ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്, നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഹയർ കോൺസെൻട്രേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, രണ്ട് പോയിന്റുകൾ മാത്രമാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് വെന്റിലേഷൻ റേറ്റ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോപ്പർ വെന്റിലേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയർ എക്സ്ചേഞ്ച് നടക്കുക എന്നാൽ മാത്രമേ റാപ്പിഡ്ലി അത് അബ്സോർബ് ആവുള്ളൂ. സോ ഇൻഹലേഷൻ അനസ്തേഷ്യ ചെയ്യുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ നമുക്ക് അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് പൾമണറി ബ്ലഡ് ഫ്ലോ ആണ്. സോ ബ്ലഡ് ഫ്ലോ വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ്, ബ്ലഡ് ഫ്ലോ കുറയുവാണെങ്കിൽ അതിൻ്റെ റേറ്റും കുറയും എന്നുള്ളതാണ്. സോ ബ്ലഡ് ആണല്ലോ ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് വൺ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസ് റാപ്പിഡ്ലി ഹൈലി പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓർഗനിലേക്ക്, ബ്രെയിനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, റാപ്പിഡ്ലി ചെല്ലണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനസ്തേഷ്യ കിട്ടുള്ളൂ. അപ്പോൾ അത് കൂട്ടണം. ദിസ് ക്യാൻ ബി ഹേസ്റ്റൻഡ് ബൈ ഇൻഹലേഷൻ ഓഫ് CO2. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂട്ടാൻ പറ്റും. സോ അവിടെ വാസോ ഡൈലേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡക്ഷനും ഉണ്ടാവും, റിക്കവറി നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഇത് ജസ്റ്റ് പോയിന്റ്സ് ആണ്, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് അതൊരു ഫാക്ടേഴ്സ് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയ ഒരു റിസപ്റ്റർ ഒന്നും ജനറൽ അനസ്തെറ്റിക്സിന് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസപ്റ്ററിലാണ് ബാധിക്കുക എന്നും പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റഡി മാത്രമേ ഉള്ളൂ. അനസ്തെറ്റിക്സുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഗാബ ഉണ്ടല്ലോ, ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഗാബ റിസപ്റ്ററുകളെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗാബ റിസപ്റ്റർ എന്ത് ചെയ്യുന്നു, ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, പ്രൊലോങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുന്നു, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിനുശേഷം ഗാബ വന്നതിന് ശേഷം ഇൻഹിബിറ്ററി ക്ലോറൈഡ് അയോൺസുകൾ വരികയും അതിനുശേഷം പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എക്സൈറ്റബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ അനസ്തെറ്റിക്സ് എന്ത് ചെയ്യുന്നു, ആദ്യം സെൻസിറ്റിവിറ്റി ഓഫ് ഗാബ റിസപ്റ്റേഴ്സ് ഉണ്ടാവുന്നു. എവിടെ, ടു ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബ. പ്രൊലോങ് ദ ഇൻഹിബിറ്റർ ക്ലോറൈഡ് അയോൺ കറണ്ട് ആഫ്റ്റർ ഗാബ റിലീസ്. ഗാബ റിലേഷന് ശേഷം എന്ത് ചെയ്യുന്നു, ക്ലോറൈഡ് അയോൺസുകൾ ഉണ്ടാവുന്നു, ഇൻഹിബിറ്ററി ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവുന്നു, ആൻഡ് റെഡ്യൂസിങ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എക്സൈറ്റബിലിറ്റി. സോ ബേസിക്കലി നമുക്ക് വേണ്ടത് റെഡ്യൂസിങ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എക്സൈറ്റബിലിറ്റി ആണ് ബേസിക്കലി ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ബേസിക്കലി നമുക്കിവിടെ നോക്കേണ്ടത്. സോ അനസ്തെറ്റിക് ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഇൻഹിബിറ്ററി ഗ്ലൈസിൻ റിസപ്റ്റർ ഇൻ ദ സ്പൈനൽ മോട്ടോർ ന്യൂറോൺ. സോ നമ്മുടെ സ്പൈനൽ മോട്ടോർ ന്യൂറോണിൽ എന്ത് ചെയ്യുന്നു, ഗ്ലൈസിൻ റിസപ്റ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ അനസ്തെറ്റിക് ബ്ലോക്ക് എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് നിക്കോട്ടിനിക് കറണ്ട്. സോ എന്ത് ചെയ്യുന്നു, അനസ്തെറ്റിക്സ് എന്ത് ബ്ലോക്ക് ചെയ്യുന്നു, എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് നിക്കോട്ടിനിക് കറണ്ടുകളെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, അനസ്തെറ്റിക് ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ഗാബ റിസപ്റ്റർ. സോ ചെയ്യുന്നു ടു ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബ. സോ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബയിലുള്ള ഗാബ റിസപ്റ്ററിന്റെ സെൻസിറ്റിവിറ്റി നിന്നു നമ്മളെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. പ്രൊലോങ് ദ ഇൻഹിബിറ്ററി ക്ലോറൈഡ് അയോൺ കറണ്ട് ആഫ്റ്റർ ഗാബ റിലീസ്. ഗാബ റിലീസ് ശേഷം എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്ററി ക്ലോറൈഡ് പ്രൊലോങ് ചെയ്തിട്ടുണ്ടാവുന്നു, ആൻഡ് റെഡ്യൂസിങ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എക്സൈറ്റബിലിറ്റി. അത് കാരണം എന്ത് ചെയ്യുന്നു, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എക്സൈറ്റബിലിറ്റി ഉണ്ടാവുന്നു. അതിനുശേഷം ഇൻഹിബിറ്ററി ഗ്ലൈസിൻ റിസപ്റ്ററുകൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ആക്ടിവിറ്റി കുറയുകയും സ്പൈനൽ മോട്ടോർ ന്യൂറോൺ സ്പൈനൽ മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു, അവിടെ പിന്നെ അവിടെ ഇൻഹിബിഷൻ ആണല്ലോ. സോ ബേസിക്കലി അവിടെ ബ്ലോക്ക് ആവുകയും പോസ്റ്റ് സിനാപ്റ്റിക് നിക്കോട്ടിനിക് കറണ്ടും എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ആവുകയും ചെയ്യുകയാണ് നോർമലി ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ.
സോ നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ്. CNS എന്താ ചെയ്യുക, മെറ്റബോളിക് റേറ്റ് കുറയുവാണ് ചെയ്യുക, സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കുറയുവാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് കാർഡിയോ വാസ്കുലാർ ആണ്. സോ മോഡറേറ്റ്ലി ഡിക്രീസ് ആർട്ടറിയൽ ബ്ലഡ് പ്രഷർ. സോ BP കുറച്ച് കുറയും കേട്ടോ. സോ റെസ്പിറേഷൻ പറയുവാണെങ്കിൽ റെസ്പിറേഷൻ റേറ്റ് ഓൾട്ടർ ചെയ്യും, കുറയും എന്ന് പറയാൻ പറ്റില്ല, ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ഏജന്റ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സോ ബേസിക് ആയിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ, ഇങ്ങനെയാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. സോ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. നൈട്രസ് ഓക്സൈഡ് ഒരുപാട് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. സോ മാലിഗ്നന്റ് ഹൈപ്പോതേർമിയ ഉണ്ടാവാറുണ്ട്. ഹാലോജനേറ്റ് അനസ്തേഷ്യ കൊടുക്കുവാണെങ്കിൽ മാലിഗ്നന്റ് ഹൈപ്പോതേർമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊലോങ്ഡ് യൂസ് മേ കോൺട്രിബ്യൂട്ട് ടു റീനൽ ഇൻസഫിഷ്യൻസി. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീനൽ ഇൻസഫിഷ്യൻസിയും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ്, നൈട്രസ് ഓക്സൈഡ് കണ്ടിന്യൂസ്ലി കൊടുക്കുകയാണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും. മാലിഗ്നന്റ് ഹൈപ്പോതേർമിയ എന്ന് പറയുന്നത് ഹാലോജനേറ്റ് അനസ്തേഷ്യയുടെ റിസ്ക് ഫാക്ടർ ആണ്. പ്രൊലോങ്ഡ് യൂസ് മേ കോൺട്രിബ്യൂട്ട് ടു റീനൽ ഇൻസഫിഷ്യൻസി. റീനൽ ഇൻസഫിഷ്യൻസിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് അഡ്വേഴ്സ് എഫക്റ്റിനെ പറ്റി പറയാനുള്ളത്. സോ നമുക്ക് ഡ്രഗ് നോക്കാം. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയാറുണ്ട്. സോ മെക്കാനിസം പറയുവാണെങ്കിൽ ഒപ്പിയോഡ് പെപ്റ്റൈഡ് റിലീസ് ഇൻ ദ ബ്രെയിനിൽ ഒപ്പിയോഡ് പെപ്റ്റൈഡ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. സോ മെക്കാനിസം അത്ര നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരില്ല. സോ യൂസ് ഓഫ് അനാൽജസിക് ആൻഡ് ജനറൽ അനസ്തേഷ്യ തെറാപ്പി ഇൻ സർജറി ആൻഡ് ഡെന്റിസ്റ്റ്. സർജറിയിലും ഡെന്റിസ്റ്റിലാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഹാലോത്തൈൻ ആണ്. കളർലെസ് ലിക്വിഡ് ആണ്, സ്വീറ്റ് ഓർഡർ, നോൺ ഇൻഫ്ലേമബിൾ ആണ് കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ. മെക്കാനിസം മൾട്ടിപ്പിൾ അയൺ ചാനൽസിന് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ അയൺ ചാനൽസിനെയും റെഡ്യൂസ് നെർവ് കണ്ടക്ഷൻസും ആണ് ചെയ്യുക കേട്ടോ. സോ നെർവ് കണ്ടക്ഷൻസിനെ റെഡ്യൂസ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ അയൺ ചാനലിനെ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ഇൻഡ്യൂസസ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുവാണ്, മസിൽ റിലാക്സ് ചെയ്യുന്നു, വൈഡ്ലി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ഒന്നും കൂടെ പറയാൻ, നൈട്രസ് ഓക്സൈഡ് ലാഫിംഗ് ഗ്യാസ് ആണ്. ഒപ്പിയോഡ് പെപ്റ്റൈഡ് റിലീസ് എന്ത് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ ബ്രെയിനിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ജനറൽ അനസ്തേഷ്യ, സർജറി, ഡെന്റിസ്ട്രിക്കാണ് യൂസ് ചെയ്യുക. ഹാലോത്തൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ അയൺ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് നെർവ് കണ്ടക്ഷൻ കുറയ്ക്കുന്നു, റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ജനറൽ അനസ്തേഷ്യ, മസിൽ റിലാക്സേഷൻ ഒക്കെ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസിങ് ഏജന്റ് ആണ് തയോപെൻറ്റോൺ സോഡിയം. വെരി ഷോർട്ട് ആക്ടിങ് തയോ ബാർബിച്ചുറേറ്റ് ആണ്. വെരി ഷോർട്ട് ആക്ടിങ് തയോ ബാർബിച്ചുറേറ്റ്സ് ആണ്. അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. ഗാബ റിസപ്റ്റർ ഇന്ററാക്ടിങ് പ്രൊലോങ്സ് ഇൻഹിബിറ്ററി എഫക്ട്. സോ ഗാബ റിസപ്റ്ററുമായിട്ടാണ് ഈ ഇൻഡ്യൂസിങ് ഏജന്റ് തയോപെൻറ്റോൺ സോഡിയം വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡ്യൂസിങ് അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാബ റിസപ്റ്റർ ഇന്ററാക്ഷൻ നടക്കുകയും അങ്ങനെ ഇൻഹിബിറ്ററി എഫക്ട് കൊണ്ടുവരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇൻഡ്യൂസ്ഡ് അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ബെൻസോഡയസപ്പീൻസ് ആണ്. ഡയസപ്പാം ആണ് എക്സാമ്പിൾ. ഗാബ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു. ആങ്സൈറ്റി, ഇൻസോംനിയ, സെഡേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബെൻസോഡയസപ്പൻ, ഡയസപ്പാം ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. സോ റിവേഴ്സിബിൾ ബൈ ഫ്ലൂ മെസനിൽ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂ മെസനിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റും. ഫ്ലൂ മെസനിൽ വെച്ച് ചെയ്യാൻ പറ്റും. എംപ്ലോയിഡ് ഇൻ എൻഡോസ്കോപ്പി, കത്തറൈസേഷൻ. സോ നമ്മൾ എൻഡോസ്കോപ്പിക്കും കത്തറൈസേഷനും ഒക്കെ നമ്മൾ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ബെൻസോഡയസപ്പീൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇൻഡ്യൂസിങ് ഏജന്റ് തയോപെൻറ്റോൺ സോഡിയം ആണ്. വെരി ഷോർട്ട് ആക്ടിങ് തയോ ബാർബിച്ചുറേറ്റ് ആണ്. ഇൻഡ്യൂസസ് അനസ്തേഷ്യ. സോ ഇൻഡ്യൂസ്ഡ് അനസ്തേഷ്യ ഇൻ ദ സെൻസ് വെച്ചാൽ ഗാബ റിസപ്റ്റർ ഇന്ററാക്ഷൻ നടക്കുന്നു ആൻഡ് പ്രൊലോങ് ഇൻഹിബിറ്ററി എഫക്ട് കൊണ്ടുവരുന്നു. ബെൻസോഡയസപ്പിൻ പറഞ്ഞു, ആങ്സൈറ്റി, ഇൻസോംനിയ, സെഡേഷൻ കൊടുക്കാറുണ്ട്. റിവേഴ്സ് ചെയ്യുന്നത് ഫ്ലൂ മെൻസിൽ വെച്ചിട്ടാണ്. എംപ്ലോയിഡ് ഇൻ എൻഡോസ്കോപ്പി, കത്തറൈസേഷൻ എക്സെട്ര ഒക്കെയാണ് നമ്മൾ ഡയസപ്പാം അല്ലെങ്കിൽ ബെൻസോഡയസപ്പീൻസ് നമ്മൾ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് വൺ സ്കീറ്റാമൈൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. NMDA റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. നോൺ ബാർബിച്ചുറേറ്റ് ആണ്. മറന്നു പോകരുത്, NMDA റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. റാപ്പിഡ് ആക്ടിങ് ജനറൽ അനസ്തേഷ്യ ഫോർ ഹെഡ് നെക്ക് ഓപ്പറേഷൻ. സോ നമ്മൾ കഴുത്ത് മേലോട്ടുള്ള സർജറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് കീറ്റാമൈൻ. ഡസ് നോട്ട് ഇന്ററാക്ട് വിത്ത് ഗാബ റിസപ്റ്റർ. ഗാബ റിസപ്റ്ററുമായിട്ട് ഒരു ഇന്ററാക്ഷനോ ബന്ധവും ഇല്ലാത്ത ഒരാളാണ് കീറ്റാമൈൻ കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഫെന്റാനിൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പിയോഡ് അനാൽജസിക്സ് ആണ്. സിന്തറ്റിക് ഒപ്പിയോഡ് ആണ് വിത്ത് റാപ്പിഡ് 1 second ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. പെട്ടെന്ന് നമുക്ക് ആക്ഷൻ കിട്ടുക കേട്ടോ. സോ ബൈൻഡ് ടു മ്യൂ, കാപ്പ ആൻഡ് ഡെൽറ്റ ഒപ്പിയോഡ് റിസപ്റ്റർ. സോ ഏതൊക്കെയാണ്, മ്യൂവിലും കാപ്പയിലും ഡെൽറ്റയിലുമാണ് ഇത് ബൈൻഡ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ് ഫോർ പ്രീ പോസ്റ്റ് ഓപ്പറേറ്റീവ് അനാൽജിസിയ, പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്. സോ നമ്മൾ
പ്രീ പോസ്റ്റ് ഓപ്പറേറ്റീവ് അനാൽജസിയ, അതായത് നമുക്ക് വേദന, സർജറിക്ക് മുമ്പ് സർജറിക്ക് ശേഷമുള്ള വേദനയ്ക്കൊക്കെ നമ്മൾ ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിന് സൈഡ് എഫക്റ്റും ഉണ്ട്, ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. സോ കീറ്റാമിൻ എന്തായിരുന്നു? NMDA റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ്, നോൺ ബാർബിച്ചുറേറ്റ് ആണ്, റാപ്പിഡ് ആക്ടിങ് ജനറൽ അനസ്തേഷ്യ ഫോർ ഹെഡ് നെക്ക് ഓപ്പറേഷൻസും ചെയ്യാറുണ്ട്, ഗാബ റിസപ്റ്ററായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഒപ്പിയോഡ് അനാലിസിസ് ആണ്, ഫെന്റാനൈലാണ്. എന്താണ്? ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ബൈൻഡ് ടു മ്യൂ കാപ്പ ഡെൽറ്റോഡ് ഒപ്പിയം റിസപ്റ്റർ ആണ്, പ്രീ പോസ്റ്റ് ഓപ്പറേറ്റ് അനസ്തേഷ്യക്ക് നമ്മൾ ഉപയോഗിക്കാറ് ഉണ്ട് എന്നുള്ളതാണ്. സോ സിമ്പിൾ ചാപ്റ്റർ ആണ്, അധികമൊന്നുമില്ല. ക്ലാസിഫിക്കേഷൻ പഠിക്കുക, ഡ്രഗുകൾ പഠിക്കുക, കാര്യം കഴിഞ്ഞു. സോ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ആണ് ബൈ ദ ബൈ.